വേർ ഈസ് മെസ്സി? 2022 വേൾഡ് കപ്പിൽ ഒരു സൗദി ആരാധകന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു അർജന്റീന ആരാധകരും മറക്കാനിടയില്ല. ഇതുപോലൊരു നവംബർ 22-ാം തീയതി ഖത്തറിലെ ലോകകപ്പ് നേടാൻ ഏറെ പ്രതീക്ഷയോടെ വന്ന അർജന്റീനക്ക് ആദ്യടി കിട്ടിയത് സൗദി അറേബ്യയോടായിരുന്നു. ആ ലോകകപ്പിൽ അവസാനത്തെ അടിയും അത് തന്നെയായിരുന്നു. ആ മത്സരശേഷം എവിടെയാണ് ലയണൽ മെസ്സി, ഞങ്ങൾ അയാളുടെ നെഞ്ചകം തകർത്തില്ല എന്ന് ഒരു സൗദി ആരാധകൻ പറയുന്നുണ്ട്. അർജന്റീനക്കുമേൽ സൗദി അറേബ്യ അട്ടിമറി വിജയം നേടിയതിനു ശേഷം ദോഹയിലെ തെരുവുകളിലും ഫാൻ പാർക്കുകളിലും ഈ മുദ്രാവാക്യം മുഴങ്ങിക്കേട്ടിരുന്നു. അപ്രകാരമാണ് ഈ ചില സൗദി ഫാൻസ് അവരുടെ ആനന്ദം പ്രകടിപ്പിച്ചത്. അതിനു പിന്നാലെ മെക്സിക്കോയുടെ ആരാധകരും അർജന്റീന ആരാധകരും തെരുവിൽ ഏറ്റുമുട്ടി. അതിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അവിടെയും മെസ്സി തന്നെയാണ് തെറി കേട്ടത്. മെക്സിക്കോയുടെ പരിശീലകനായ ജെറാർഡ് മാർട്ടിനോയും വാക്പോലിൽ നിന്ന് മാറിയില്ല. മെസ്സിക്ക് ലോകകപ്പ് നിഷേധിക്കാൻ തന്റെ പയ്യന്മാർ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. മെസ്സിയുടെ അവസ്ഥ കണ്ടപ്പോൾ ബോക്സിംഗ് റിംഗിലെ ഇതിഹാസമായിരുന്ന മുഹമ്മദ് അലിയുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് ഓർമ്മ വന്നത്. 36 വയസ്സുള്ള സമയത്ത് അലി ഒരു അപ്രതീക്ഷിത പരാജയം ഏറ്റുവാങ്ങിയിരുന്നു. 24-കാരനായ ലിയോൺ അലിയെ ഇടിച്ചു വീഴ്ത്തി. അലിക്ക് ഹെവി വെയ്റ്റ് കിരീടം നഷ്ടമായി. ആ തോൽവിയെക്കുറിച്ച് മാധ്യമങ്ങൾ ഇങ്ങനെയാണ് എഴുതിയത്: അലിയുടെ ചുണ്ടിൽ നിന്ന് രക്തം ഒലിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ നെറ്റിയിൽ ചതവിന്റെ പാടുകളുണ്ടായിരുന്നു. പക്ഷേ ആ നാണക്കേടിന്റെ കറ അലി മാസങ്ങൾക്കകം കഴുകിക്കളഞ്ഞു. സ്പിങ്കിസിനെ അടിയറവ് പറയിച്ച് അലി കിരീടം തിരിച്ചു പിടിച്ചു. പാർക്കിൻസൺസ് അസുഖത്തിന് പോലും അലിയുടെ പോരാട്ട വീര്യത്തെ തടയാനായില്ലായിരുന്നു. ചാമ്പ്യന്മാർ അങ്ങനെയാണ്. അലി ഒരു ചാമ്പ്യനായിരുന്നു. മെസ്സി ആ ജനുസിൽ ഉൾപ്പെട്ടവനാണ്. മെക്സിക്കോക്കെതിരെ കളിക്കാനിറങ്ങുമ്പോൾ ജയമെന്ന ഓപ്ഷൻ മാത്രമേ അർജന്റീനയുടെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. തോറ്റാൽ അവർക്ക് നാട്ടിലേക്കുള്ള വിമാനം കയറാമായിരുന്നു. തുടരെ 36 മത്സരങ്ങൾ ജയിച്ച് ലോകകപ്പിനെത്തിയ ഫേവറേറ്റ് എന്ന ടാഗ് പേറുന്ന അർജന്റീന ടീമിന് ഈ ഡു ഓർ ഡൈ എന്ന അവസ്ഥ വന്നത് വളരെ നിരാശാജനകമാണ്. ഗുള്ളിർമോ ഒച്ചോവ എന്ന ഗോൾ കീപ്പറായിരുന്നു നീലപ്പടയുടെ ഏറ്റവും വലിയ തലവേദന. കളിക്കുന്ന എല്ലാ ലോകകപ്പിലും തന്റെ സ്വന്തം കയ്യൊപ്പ് പതിപ്പിക്കുന്ന ഒരു മഹാപ്രതിഭ, ഒരു ഗജവീരന്റെ ഗാംഭീര്യത്തോടെ ഗോൾവല കാക്കുന്നവൻ. മെക്സിക്കോയുടെ പദ്ധതികൾക്കനുസരിച്ചാണ് ആദ്യ പകുതിയിൽ കാര്യങ്ങൾ നടന്നത്. ഒരു ഷോട്ട് പോലും ലക്ഷ്യത്തിലെത്തിക്കാൻ മെസ്സിക്കും സംഘത്തിനും കഴിഞ്ഞില്ലായിരുന്നു. മെസ്സിക്കെതിരായ പുതിയ ട്രോളുകൾ അണിയറകളിൽ രൂപം കൊള്ളാൻ തുടങ്ങിയിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. കളിയുടെ 64-ാം മിനിറ്റിൽ എങ്ങുനിന്നോ ഒരു പന്ത് മെസ്സിയുടെ ഇടംകാലിൽ വന്നു ചേർന്നു. ഏതാനും നിമിഷങ്ങൾക്കകം അയാൾ നിറയൊഴിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് പലർക്കും മനസ്സിലായില്ല. പോസ്റ്റിന്റെ മൂലയിലെ കളന്നു മുറിച്ച ഷോട്ട് ഒച്ചാവോ നിസ്സഹനായിരുന്നു. അതെ, ഗോൾ നേടുന്നു. ഒറ്റ ഷോട്ട്, ബോക്സറുടെ പെർഫെക്റ്റ് പഞ്ച് പോലെയുള്ള ഒരെണ്ണം. മെക്സിക്കോയുടെ പോസ്റ്റിലെ ഗജവീരന്റെ മസ്തകം തകർക്കുന്നത് പോലെയുള്ള ഒരു കിക്ക്, മാന്ത്രിക സ്പർശം. എന്നാൽ അതുകൊണ്ടൊന്നും അവസാനിച്ചില്ലായിരുന്നു. അർജന്റീനയുടെ അടുത്ത ഗോളിനും വഴിയൊരുക്കിയതും ലയണൽ മെസ്സി തന്നെയായിരുന്നു. ബൈബിളിൽ യേശുവിന്റെ മരണത്തെക്കുറിച്ചുള്ള ഒരു വിവരണമുണ്ട്. ശത്രുക്കൾ യേശുവിനെ ചാട്ട കൊണ്ട് തല്ലി, മുൾക്കിരീടമുണ്ടാക്കി തലയിൽ വെച്ചു, വലിയ കുരിശ് ചുമപ്പിച്ച് മലയിലേക്ക് നടത്തിച്ചു, കൈക്കാലുകൾ ആണിതറച്ച് ഉറപ്പിച്ചു. അവസാനം യേശു പ്രാണൻ വെടിഞ്ഞു. എന്നാൽ ആ ചേതനയറ്റ ശരീരത്തെ പോലും ശത്രുക്കൾ മുറിവേൽപ്പിക്കുകയായിരുന്നു. പക്ഷേ 3-ാം നാൾ യേശു ഉയർത്തെഴുന്നേറ്റു. മെസ്സിയെ ചിലർ മിശിഹ എന്ന് വിശേഷിപ്പിക്കാറുള്ളത് അയാൾക്കും ഉയർത്തെഴുന്നേൽപ്പാണ് വിധി. അർജന്റീനയുടെ പരിശീലകൻ ലയണൽ സ്കലോണി മത്സരത്തിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു: ഡീഗോ മറഡോണ സ്വർഗത്തിലിരുന്ന് ഞങ്ങളെ നോക്കുന്നുണ്ടാകും. ഇനി സ്കലോണി അതിനൊരു കൂട്ടിച്ചേർക്കൽ നടത്തുമായിരിക്കും. ഡീഗോ, നിങ്ങളിപ്പോൾ ചിരിക്കുകയാണ്. മെസ്സിയാണ് അതിൻ്റെ കാരണം. അതെ, ഇതൊരു കഥയാണ്. ഡീഗോയെ ചെറുപ്പിച്ച സൗദി ആരാധകർക്ക് മറുപടി പറഞ്ഞ, അല്ലെങ്കിൽ അന്നാ ലോകകപ്പിൽ അർജന്റീനയും മെസ്സിയെയും കളിയാക്കിയ വിമർശിച്ചവർക്കുള്ള ഒരു ചുട്ട മറുപടിയായിരുന്നു. പിന്നീട് അയാൾ ആ കിരീടം നേടിയിട്ടുള്ള ആ സെലിബ്രേഷൻ ഉണ്ടല്ലോ, ആ ചിരി ഉണ്ടല്ലോ, അതിൽ എല്ലാം ഉണ്ടായിരുന്നു. En el cielo Diego y en la tierra Messi.
ചരിത്രത്തിൽ എങ്ങനെയാണ് ഈ കഥയെ ഇതിലും മനോഹരമായി വിവരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ആദ്യ മത്സരം പരാജയപ്പെട്ടപ്പോൾ, അതും 36 മാച്ച് അൺബീറ്റനായി വന്ന് സൗദി പോലുള്ള ഒരു ചെറിയ ടീമിനോട് അർജന്റീന നാണം കെട്ട് പരാജയപ്പെട്ടപ്പോൾ, എവിടെയാണ് മെസ്സി, എന്താണ് നിങ്ങളുടെ മെസ്സിക്ക് പറ്റിയതെന്ന് ആരാധകർ, വിമർശകർ ഒന്നടങ്കം ചോദിച്ചപ്പോൾ അയാൾ പതറിയില്ലായിരുന്നു. അന്നയാൾ മെക്സിക്കോക്ക് മുമ്പുള്ള ആ മത്സരത്തിന് മുമ്പ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ഒരു വാക്ക് തരാം, ഈ ടീം നിങ്ങളെ ഒരിക്കലും പരാജയപ്പെടുത്തില്ല എന്ന്. അതയാൾ വാക്ക് പാലിക്കുകയായിരുന്നു. പിന്നീട് മെക്സിക്കോക്കെതിരെയുള്ള ആ ഗോൾ, പോളണ്ടിനെതിരെയുള്ള ആ അസിസ്റ്റ്, ഓസ്ട്രേലിയക്കെതിരെയുള്ള ആ മികച്ച ഗോൾ, പിന്നീട് ക്രൊയേഷ്യക്കും അതുപോലെ തന്നെ നെതർലാൻഡ്സിനെതിരെയുള്ള ആ നാടകീയ നിമിഷങ്ങൾ, അവസാനം ഫൈനലിൽ എംബാപ്പയുടെ ഫ്രാൻസിനെതിരെ എണ്ണം പറഞ്ഞ 2 ഗോളുകൾ. എന്ത് മനോഹരമായ കഥയാണല്ലേ! ഇതിലും സുന്ദരമായ കഥ ഫുട്ബോൾ ലോകത്ത് വേറെയുണ്ടോ? 2026 വേൾഡ് കപ്പ് വരാൻ ഇനി അധിക ദിവസമൊന്നുമില്ല. വെറും മാസങ്ങളുടെ ദൂരം മാത്രമേ മുന്നിലുള്ളൂ. പക്ഷേ ലയണൽ മെസ്സി ആ വേൾഡ് കപ്പ് കളിക്കുമോ എന്ന് ഇപ്പോഴും കൺഫ്യൂഷനാണ്. അയാൾ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ ആ വേൾഡ് കപ്പ് കളിക്കുമെന്നത്. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് എനിക്ക് തോന്നിയാൽ മാത്രമേ ഞാൻ ആ വേൾഡ് കപ്പ് കളിക്കുകയുള്ളൂ എന്നാണ് മെസ്സി പല മാധ്യമങ്ങൾക്ക് മുമ്പിലും പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് കാത്തിരിക്കാം.